എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനെ ആദർശം കൂടെ രാത്രി ആ സുഗന്ധം മുറുക്കാനായിട്ട് കഴിക്കാനായിട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ജലജയ്ക്ക് എട്ടിന്റെ പണി കനക കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ നയനെ ആദർശം കൂടെ മുറുക്കാൻകട തേടി പോവാണ്. കുറെ ദൂരം നടന്നിട്ടും കുറെ ദൂരം ബൈക്കിന് പോയിട്ടും ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല. അവസാനം ആദർശിന് ടെൻഷനായി. ആദർശ് നയനോട് പറഞ്ഞു, ഈ പാതിരാത്രിക്കാണോ നിനക്ക് ഇമാതിരി പൂതിയൊക്കെ തോന്നുന്നേ? ഇനി എവിടെ പോയാന്? കടയൊന്നും ഇല്ലാന്ന് പറയണം. നയന പറഞ്ഞു, എന്നാ നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറയാം. ഇനിയിപ്പൊ ഇറങ്ങിയതല്ലേ, തിരിച്ചു കയറണ്ടെന്ന് പറയാം. എന്റെ ദൈവമേ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാം. നയന പറഞ്ഞു, അല്ല ആദർശേട്ടൻ എന്തിനാ അമ്മേനെ ഭയക്കുന്നേ? ആദർശേട്ടൻ ഇപ്പോഴും കുഞ്ഞു വച്ചാണ് ആദർശേട്ടന്റെ വിചാരം. ആദർശേട്ടന് ഇപ്പോഴൊരു ഭർത്താവ് വന്നു പറഞ്ഞ പിന്നെ എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ ആ ഒരു 3-4 വയസ്സുള്ള ആ ഒരു കുഞ്ഞായിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറയാം. അതൊക്കെ പണ്ട്, ഇനിയിപ്പൊ അതൊന്നും നടക്കില്ല എന്ന് പറയാനാ. ആദർശ് പറഞ്ഞു, നിനക്ക് അതങ്ങനെ തോന്നും, എനിക്ക് അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ കുഞ്ഞാന്ന് പറയണം. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതോടുകൂടി എന്താ ചെയ്യുന്ന പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ശ്വാസം മുട്ടലുള്ളതാ. അത് ബൈക്കിനും കൂടെ രാത്രി പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ശ്വാസം മുട്ട് വല്ലതും കൂടുവോന്ന് ഓർത്ത് അമ്മയുടെ ഉറക്കം രാത്രി പോകുമെന്ന് പറയാണ്. ഇപ്പൊ അമ്മേരും അറിയാൻ പോകുന്നില്ലോ. ആദർശേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കട കണ്ടു. കടയെ പകുതി ഷട്ടറൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പൊ ആദർശ് അവിടെ കടയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കടയിലൊന്നും ആളില്ല. അപ്പൊ ആദർശിന് ഭയങ്കര ധൈര്യം. അപ്പൊ ആദർശ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് കയറിയിട്ട് മുറുക്കാൻ എടുക്കാന്ന് പറയണം. പക്ഷെ നയനയ്ക്കൊരു പേടി, അങ്ങനെ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യമല്ലേ. ആദർശ് പറഞ്ഞു, അതിനിപ്പോ എന്താ, നമ്മള് മുറുക്കാൻ എടുത്തിട്ട് അതിന് പണം വെച്ചാൽ പോരെ, അതിനൊരു കുഴപ്പമില്ലെന്ന് പറയണേ. ഇതൊക്കെയല്ലേ ഒരു ത്രില്ലെന്ന്. പക്ഷെ ആ ത്രില്ല അടിക്കാനായിട്ട് അവർ അതിൻ്റെ അകത്ത് കയറി മുറുക്കാനൊക്കെ ഉണ്ടായി കഴിക്കുന്നുണ്ട്. നയന ആരാ മോള്? നയനയാണെങ്കിൽ നല്ല പുകലയൊക്കെ വെച്ച് സുഗന്ധം മുറുക്കാനകത്ത് അതൊക്കെ വെച്ചാൽ ആദർശിന് കൊടുക്കുന്നത്. അവസാനം ആദർശം അങ്ങോട്ട് കിക്കാവുന്നുണ്ട്. പിന്നീട് അവിടെ പാട്ടൊക്കെ വെച്ച് അവരവിടെ കിടന്ന് അങ്ങോട്ട് അർമാദിക്കുവാണ്. ഈ കഥകളൊന്നും അറിയാതെയാണ് അതിന്റെ ഓണർ അങ്ങോട്ട് വന്ന് കയറുന്നത്. അപ്പൊ കടയുടെ പകുതി ഷർട്ടിട്ട് പുള്ളിക്കാരൻ പുറത്തു വരെ പോയ സമയത്താ ഈ അംഗങ്ങളൊക്കെ നടക്കുന്നത്. അയാൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു നിമിഷം കടയിലേക്ക് വന്ന് അയാൾ പോലും അമ്പരന്ന് പോയി. തന്റെ കടയ്ക്കകത്തുനിന്നുള്ള ഭയങ്കര പാട്ടും കൂത്തും മേളമൊക്കെ പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പൊ തന്റെ കട മാറിപ്പോയോ, അങ്ങനെ ഒരു ചിന്ത വരെ അയാൾക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്. പോലീസുകാരെ വിളിച്ചിട്ട് ഇവിടെ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ട്, ഇങ്ങോട്ടൊന്ന് വരണം എന്നൊക്കെ പറയാം. പോലീസുകാരാണ് രാത്രിയല്ലേ, അപ്പൊ ഈ സമയത്ത് ഒരു മോഷ്ടാവ് കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പൊ അവർക്കൊരു ഇരയെ കിട്ടിയ സന്തോഷത്തോടെ അവര് പാഞ്ഞു പെറുക്കി വരുന്ന കടയിലേക്ക്. അങ്ങനെ കടയിലേക്ക് വന്നു കഴിയുമ്പം ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന ആദർശിനെ നയനയെ കാണുന്നേ. അവരൊരു നിമിഷം അന്തം വിട്ടുപോയി. മോഷ്ടിക്കാൻ കയറിയോ ഈ പാതിരാത്രി ഈ കടയ്ക്കകത്ത് കിടന്ന് ഈ ഡാൻസ് കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അവരോർത്ത് ഇനിയിപ്പോ വല്ല കാമുകന്മാരാണോ, അവരിനി വല്ല ത്രില്ലടിക്കാനും ഇറങ്ങിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നയനെ ആദർശിനെയൊക്കെ ചോദ്യം ചെയ്യുവാണ്. നിങ്ങൾ എന്തിനാ കയറിയത്, എന്നാ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം നയനുള്ള സത്യം പറഞ്ഞു, എനിക്ക് രാത്രിയില് മുറുക്കാൻ കഴിക്കാൻ കൊതി തോന്നി, അതുകൊണ്ട് വന്നാന്നൊക്കെ പറയാം. പക്ഷെ പോലീസുകാർക്ക് അത് അത്ര വിശ്വാസം അങ്ങോട്ട് വന്നില്ല കേട്ടോ. പോലീസുകാരും പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ ഈ ഷട്ടറൊക്കെ താത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതിനൊരു ഉത്തരവില്ലായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല സോറി, വീട്ടിലേക്ക് വിളിക്കാന്നല്ല, നിങ്ങളെ ഫോൺ ഇങ്ങ് അന്നേന്ന് പറയാണ്. ഫോൺ ചോദിച്ചപ്പോൾ രണ്ടുപേരെങ്കിലും ഫോണില്ലായിരുന്നു. അപ്പൊ ഫോണില്ലാതെ ഇന്നത്തെ കാലത്ത് ആരും നടക്കല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇവര് കിടന്ന് പരുമുന്നുണ്ട്. അപ്പൊ അവർക്ക് വീണ്ടും സംശയമായി. പിന്നീട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാണോ, ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നമ്പർ ഇങ്ങ് അന്നേന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെ. വീട്ടിൽ നമ്പർ കൊടുക്കാൻ രണ്ടുപേർക്കും മടിയാ. കാരണം എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ഒളിച്ചു പോകുന്നേക്കുന്നല്ലേ. വീട്ടിലറിഞ്ഞ ആകപ്പാടെ പ്രശ്നം, നമ്പർ കൊടുക്കുന്നില്ല. പിന്നീട് ഒരു വിധത്തിൽ അവിടുന്ന് അവര് തടി തപ്പൊക്കെയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജലജ കനയ്ക്കൊരു പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പാവം കനക രാത്രി തണുത്ത് വരച്ച് കിടക്കുക. AC അങ്ങോട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോ കനയ്ക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? കനക എന്ത് ചെയ്യുവാണ്, അവിടെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കുറെ ഡ്രോർ തുറന്നിട്ട് കുറെ സാരി എടുത്തു. ജലജയുടെ നല്ല അടിപൊളി സാരികള്, എല്ലാം കഴുകാൻ പറ്റാത്ത നല്ല പട്ടുസാരികള് എല്ലാം എടുത്തിട്ട് ദേഹം ആ സകലവും മൂടിയിട്ട് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ജലജ പ്രതീക്ഷിച്ചില്ല. രാവിലെ ആകുമ്പോഴത്തേനും കനകയേറ്റ് സ്റ്റാൻഡ് വിട്ടു. രാവിലെ അല്ല സോറി, രാത്രി തന്നെ കനക റൂമിന് വെളിയിൽ പൊക്കോളും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജലജയ്ക്കിട്ട് 8ന്റെ പണി കൊടുത്ത് കനക അവിടെ മൂടിപ്പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇതൊന്നും അറിയത്തില്ലാതെ രാവിലെ ജലജ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ,
തന്റെ സാരി എല്ലാം കൂടെ എടുത്ത് പൊതച്ചു കിടക്കുന്ന കനികയാ. ജലജയ്ക്ക് സഹിക്കാൻ പറ്റുമോ അതൊക്കെ? ജലജയാണ് ആകെപ്പാടെ ദേഷ്യപ്പെട്ട് കനികയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് നന്ദു സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുക. ഈ സമയത്ത് ഗോവിന്ദൻ വന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു, നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, അമ്മ ഇവിടെ ഇല്ലാത്തോണ്ടാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലാച്ചാന്ന് പറയാണ്. എനിക്കറിയാം അമ്മ ഇല്ലാത്തോണ്ടല്ലേ, എന്നാൽ അവളില്ലാത്തോണ്ട് എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണാവോ. രാവിലേക്ക് പിന്നീട് കനകേനെ വിളിക്കുന്നുണ്ട് ഗോവിന്ദൻ. വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഗോവിന്ദൻ ടെൻഷനാ. കനകയുടെ സ്വഭാവം ആയതുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. എന്തേലും ഇഷ്ടപ്പെടാത്ത വന്നിട്ടാണെങ്കിൽ ആ സമയം തന്നെ പ്രതികരിക്കും. ജലജയമായിട്ട് ചേരില്ല എന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാവുന്നതാണ്. പിന്നീട് കനകേനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. അതെ, അവിടെ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം. 2 മക്കളുള്ള നമ്മുടെ അവിടെ ആ ഒരു ചിന്ത വേണം. ഇനിയിപ്പൊ നീ അവളെ നോക്കാൻ പോയതിന്റെ പേരില് നാളെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കനകേനെ ഉപദേശിക്കുകയാണ്. അപ്പൊ കന പറഞ്ഞു, ഗോവിന്ദൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നീ കനകയല്ലേ, ഞാൻ നോക്കിയും കണ്ട് നിന്നോളാന്ന് പറയാണ്. പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നന്ദുവിനോട് പറഞ്ഞു, അല്ല ഇത്ര നാൾ എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നിന്റെ അമ്മേനെ കുറിച്ചും കൂടെ ടെൻഷൻ എന്താ പറയാ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ് അവൾ അവിടെയല്ലേ പോയേക്കുന്നേ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് പറയണം. പക്ഷെ നന്ദുവിന്റെ ഉള്ളിൽ ഈ സമയത്തും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, അനിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കല്യാണം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്ത് ചെയ്യും, തനിക്ക് ഈ ഒരു അവസ്ഥ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ നന്ദുവിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറയേണ്ടതായിരുന്നു. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊരു കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാൻ ഒരു ചിന്തയായിരുന്നു. ഇനിയിപ്പം അനി വിളിച്ചാൽ ഫോണും എടുക്കണ്ട, വെറുതെ എന്തിനാ ഒരു ജീവിതം കൊണ്ട് നശിപ്പിക്കുന്ന. ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന ബന്ധമല്ലിത്. തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇപ്പൊ അനിക്ക് ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ പോലും വേണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. തന്റെ 2 ചേച്ചിമാരും അവിടെ ഉണ്ട്. ഇനിയിപ്പം താനും കൂടെ ആ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്റെ മനസ്സിനെ താൻ തന്നെ നിയന്ത്രിക്കണം. അങ്ങനെയൊക്കെ നന്ദുവിന് മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്വന്തം മനസ്സിന് നന്ദു തന്നെ കടിഞ്ഞാണിടുവാണ്. അപ്പൊ അതിന്റെ വിശേഷം കൂടെ നാളെ കാണാൻ പോകുന്ന കേട്ടോ. അപ്പൊ എന്താ നല്ല അടിപൊളി വിശേഷങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് പ്രമോ വിശേഷം മാത്രം കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.